കേരള പോലീസിൻ്റെ ചരിത്രത്തിലെ അവിസ്മരണീയമായ ഒരു കാൽവയ്പ്പാണ് മൈ പോലീസ് സ്റ്റേഷൻ എന്നുള്ളത്. കേരളത്തിൽ മൊത്തം 484 പോലീസ് സ്റ്റേഷനുകളാണ് ഇന്ന് നിലവിലുള്ളത്. ഇന്ന് ബഹുമാനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഈ ചടങ്ങ് കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളും പോലീസുകാരും ജനമൈത്രി അംഗങ്ങളും MLA-മാരടക്കമുള്ളവർ വീക്ഷിക്കുകയാണ്. മൊത്തത്തിൽ ഈ പദ്ധതി 1000 കേന്ദ്രങ്ങളിലാണ് ഇന്ന് പോലീസ് പേരൂർക്കടയിലെ ഈ ഉദ്ഘാടന ചടങ്ങ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എക്കാലത്തും രാജ്യത്തിനാകെ മാതൃകാപരമായ ഒരു പോലീസ് സംവിധാനമാണ് കേരളത്തിലുള്ളത്. ലോകത്തെ തന്നെ ഏറ്റവും ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ ആരംഭിച്ചത് കോഴിക്കോടാണ്. നമുക്കറിയാം, ഇന്ന് സുതാര്യമായ നിയമ നിർവഹണ സംവിധാനമാണ് കേരള പോലീസ്. ഈ നേട്ടങ്ങളിലെല്ലാം നമുക്ക് അഭിമാനിക്കാം. അത് നമുക്കെല്ലാവർക്കും സംതൃപ്തി നൽകുന്ന ഒരു കാര്യമാണ്. എന്നാൽ കുറെ കൂടി പരിഷ്കരണം ആവശ്യമാണ്. നമ്മുടെ സമൂഹത്തിൽ വരുന്നുകൊണ്ടിരിക്കുന്ന മാറ്റത്തിനനുസൃതമായി ശാസ്ത്ര സാങ്കേതിക രംഗത്തുണ്ടായിരിക്കുന്ന വൻപിച്ച മാറ്റത്തിന് അനുസൃതമായി കേരള പോലീസിൻ്റെ പ്രവർത്തനങ്ങളിലും സമൂലമായ മാറ്റം അനിവാര്യമാണ്. ജനസൗഹൃദ പോലീസായി കേരള പോലീസിനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് മൈ പോലീസ് സ്റ്റേഷൻ എന്ന പദ്ധതി ആരംഭിക്കുന്നത്. പോലീസ് സംവിധാനത്തെ ജനങ്ങളുമായി ചേർത്ത് നിർത്തുക, ജനാധിപത്യ വ്യവസ്ഥയിൽ ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം പൂർണ്ണമായി നിറവേറ്റുക, ഇതാണ് പോലീസിനെ കൊണ്ട് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ഭരണകൂടത്തിൻ്റെ മർദ്ദന ഉപകരണമായിരുന്നു ഒരു കാലത്ത് പോലീസ്. ഇന്ന് ജനസേവകരായി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ജനങ്ങളുടെ പോലീസായി കേരള പോലീസ് മൈ പോലീസ് സ്റ്റേഷനിലൂടെ രൂപാന്തരപ്പെടുകയാണ്. ജനങ്ങളെ കൂടുതൽ സ്വാഗതം ചെയ്യുന്ന രീതിയിൽ പോലീസ് സ്റ്റേഷനുകളുടെ അകവും പുറവും മാറുകയാണ്. 484 പോലീസ് സ്റ്റേഷനുകളിലും കഴിഞ്ഞ 2 ആഴ്ചയ്ക്കുള്ളിൽ ഒരേ പെയിന്റ്, ഒരേ രീതി, ഒരേ പ്രവർത്തനം, ഒരേ ശൈലി, അതിനുള്ള നിർദ്ദേശമാണ് DGP നൽകിയത്. ഇന്ന് കേരളത്തിൽ സന്തോഷത്തോടെ പറയട്ടെ, എല്ലാ പോലീസ് സ്റ്റേഷനുകളും ഒരേ കളറിലുള്ള പോലീസ് സ്റ്റേഷനുകളായി മാറുകയാണ്. 484 പോലീസ് സ്റ്റേഷനുകളും കളറ് മാറുക മാത്രമല്ല, പ്രവർത്തനത്തിലും മാറ്റം വരികയാണ്. ഒരു പോലീസ് സ്റ്റേഷനിൽ ആരെങ്കിലും ചെന്നാൽ പഴയ കാലത്ത് വേണ്ടത്ര സൗഹൃദത്തോടെ അവരെ പെരുമാറുന്നില്ല എന്നുള്ള പരാതിയുണ്ട്. ഇന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നാൽ അവരെ സ്വാഗതം ചെയ്യുന്ന, അവർക്ക് ഗുഡ് മോർണിംഗ് പറയുന്ന, അവരെ സ്വീകരിക്കുന്ന, അവരോട് ഇരിക്കാൻ പറയുന്ന ഒരു പ്രവർത്തന ശൈലിയിലൂടെയാണ് പരാതിയുമായി വരുന്ന ആളുകളെ പോലീസ് സ്വീകരിക്കാൻ പോകുന്നത്. അകവും പുറവുമുള്ള മാറ്റം, അത് പ്രവർത്തനത്തിലുള്ള മാറ്റം തന്നെയാണ്. ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അതാണ്. പണ്ടൊക്കെ ഏതെങ്കിലും കുറ്റകൃത്യമോ അല്ലെങ്കിൽ പരാതിയോ കൊടുക്കാൻ വേണ്ടിയാണ് പോലീസ് സ്റ്റേഷനിൽ പോകുന്നതെങ്കിൽ ഇന്നൊരു മൊബൈൽ ഫോൺ കളഞ്ഞു പോയാൽ ഓടിച്ചെല്ലുന്ന പോലീസ് സ്റ്റേഷനിലാണ്. ചെറിയ കാര്യങ്ങൾക്ക് പോലും ആളുകൾ പോകുന്ന പോലീസ് സ്റ്റേഷനിലാണ്. ഹൊറർ സിനിമയിലെ കെട്ടിടം പോലെയാണ് പല പോലീസ് സ്റ്റേഷനുകളും ഉണ്ടായിരുന്നത്. പഴകി തുരുമ്പിച്ച വാഹനങ്ങൾ, വർഷങ്ങളായി മണൽ ലോറികൾ, അവിടെ പാമ്പും പഴുതാരയും നിറഞ്ഞ പോലീസ് സ്റ്റേഷൻ്റെ പ്രിമിസിസുകളാണ്, പരിസരങ്ങളാണ് നമ്മൾ കണ്ടതെങ്കിൽ കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഈ പഴയ വാഹനങ്ങൾ മാറ്റാനും നമുക്ക് വിൽക്കാൻ കഴിയുന്ന വിറ്റ് ട്രഷറിയിലേക്ക് പണമടയ്ക്കാനും കോടതികളിൽ കിടക്കുന്ന കേസുണ്ടെങ്കിൽ ആ കോടതികളിൽ കേസ് പെട്ടെന്ന് തീർക്കാനും നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് കേരളത്തിലെ പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിൽ ആക്രിക്കടകളെ പോലെ പഴയ തുരുമ്പിച്ച വാഹനങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടാകും.
ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു പോലീസ് സ്റ്റേഷനിലും പോയിട്ടില്ല എന്ന വലിയ ആവേശത്തോടെ പറയുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. പോലീസ് സ്റ്റേഷനിൽ കയറുന്ന കുറ്റവാളികളാണെന്നുള്ള ധ്വനി മാറണം. പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്ന കുറ്റവാളികൾ മാത്രമല്ല, പോലീസ് സ്റ്റേഷൻ എന്ന വില്ലേജ് ഓഫീസും പഞ്ചായത്ത് ഓഫീസും പോലെ തന്നെ സേവന കേന്ദ്രങ്ങളാണ്. ആർക്കാണ് പോലീസിനെ പേടിക്കേണ്ടി വരുന്നത്? കുറ്റം ചെയ്തവർക്കാണ്, തെറ്റ് ചെയ്തവർക്കാണ്. അല്ലാത്ത ഒരാളും പോലീസിനെ പേടിക്കേണ്ട കാര്യമില്ല. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കയറണം, അവിടെ നിന്നുള്ള സേവനങ്ങൾ സ്വീകരിക്കണം, പോലീസിങ്ങിന് അവരെ സഹായിക്കണം. ഇന്ന് ഓപ്പറേഷൻ തുഫാൻ വിജയിച്ചതിൻ്റെ പ്രധാന കാരണം ജനങ്ങളുടെ പിന്തുണയാണ് എന്ന് അഭിമാനപൂർവ്വം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. പോലീസ് സ്റ്റേഷനുകളിൽ ആളുകൾ, ജനങ്ങൾ കയറി രഹസ്യമായി കൊടുക്കുന്ന വിവരങ്ങളും ഫോണിലൂടെ നൽകുന്ന സന്ദേശങ്ങളുമാണ് ഓപ്പറേഷൻ തുഫാനെ ഒരു വൻപിച്ച വിജയമാക്കിയത്. ഇന്ന് ഓപ്പറേഷൻ തുഫാൻ തുടങ്ങിയിട്ട് 75 ദിവസമായി. ഈ 75 ദിവസത്തിനുള്ളിൽ 10,000-ത്തിലധികം ആളുകളെ അറസ്റ്റ് ചെയ്തു, 7,000-ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്തു, കോടിക്കണക്കിന് രൂപയുടെ ലഹരി പദാർത്ഥങ്ങൾ പിടിച്ചു. കേരളം കണ്ട ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ നർക്കോ ഹണ്ടായി ഓപ്പറേഷൻ തുഫാൻ മാറിയത് ജനങ്ങളുടെ പിന്തുണയുള്ളത് കൊണ്ടാണ്. ജനങ്ങളാണ് ഇതിൻ്റെ പിന്നിൽ, ജനങ്ങളാണ് ഇതിൻ്റെ പ്രേരക ശക്തി. പ്രത്യേകിച്ച് നമ്മുടെ അമ്മമാർ, സഹോദരിമാർ, അവരുടെ ആത്മവിശ്വാസവും അവരുടെ പ്രേരണയും പിന്തുണയും ഓപ്പറേഷൻ തുഫാന്റെ പ്രവർത്തനങ്ങൾക്ക് വലിയ തോതിലുള്ള മാറ്റത്തിന് നേതൃത്വം കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനെ പണ്ട് ഇരുട്ടറകളായി കരുതിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. കാക്കി പേടിയുള്ളതിനാലാണ് നാട്ടിൽ ക്രമസമാധാനത്തിന് കോട്ടമില്ലാത്തതെന്ന് പഴകിയ വാദമാണ്. ആ വാദം മാറേണ്ട കാലമായിരിക്കുന്നു. സേനാംഗങ്ങളുടെ എണ്ണം കുറവായതിനാൽ പേടിയിലാണ് പോലീസിങ് എന്നുള്ള തെറ്റായ ധാരണ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ധാരണ മാറുന്നു. ബലം പ്രയോഗിച്ച് ലാത്തി വീശിയും തോക്ക് കാണിച്ച് നിയന്ത്രിച്ചിരുന്ന ആദ്യകാല പോലീസിന്റെ രീതി തന്നെ ഇന്ന് ലോകത്തെമ്പാടും മാറുകയാണ്. ലോകരാജ്യങ്ങളിൽ നമ്മൾ പോയാൽ എന്താ, ഒരിടത്തും യൂണിഫോം ഇട്ട പോലീസിനെ നമ്മൾ കാണില്ല. പക്ഷേ നമ്മളെ നിയന്ത്രിക്കാൻ അവിടെ പോലീസ് ഉണ്ട്, നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. അദൃശ്യമായ പോലീസിന്റെ കരങ്ങൾ എല്ലായിടത്തും നമ്മളെ നോക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. കേരള പോലീസിനെ അങ്ങനെ രൂപപ്പെടുത്തിയെടുക്കാനുള്ള ഇന്റർനാഷണൽ പോലീസിന്റെ രീതികൾ, സിനിമകൾ, ഡോക്യുമെന്ററികൾ, റീലുകൾ തുടങ്ങിയതിലൂടെ എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. നമ്മളും അതുപോലെ മാറാൻ ആഗ്രഹിക്കുന്നു. കാലാന്തരത്തിൽ ആ മാറ്റമുണ്ടാകും. കാര്യം പറഞ്ഞാൽ മനസ്സിലാകുന്ന തലമുറയാണ് ഇന്നുള്ളത്. പോലീസ് സേനയിലും ഡിഗ്രിയുള്ളവർ, പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ളവർ, LLB പഠിച്ചവർ, ഞാൻ ഈ പാസിംഗ് ഔട്ട് പരേഡിൽ പോകുമ്പോൾ കാണാം പല ആളുകളും LLB പാസ്സായവർ, MA MCom പാസ്സായവർ, മികച്ച ഡിഗ്രിയുള്ള ചെറുപ്പക്കാരാണ് ഇന്ന് പോലീസ് സേനയിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് ഈ ജൻസി തലമുറയാണ് നാടിൻ്റെ യുവത്വം. ഇന്നത്തെ പോലീസ് പഴയ പോലീസ് അല്ലെന്ന് പറയാനുള്ള കാരണം വളരെ മാറ്റം പോലീസിൻ്റെ പ്രവർത്തനങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. നിയമം അറിയില്ല എന്നുള്ളതൊരു എക്സ്ക്യൂസ് അല്ല. എല്ലാവരും നിയമം അറിഞ്ഞിരിക്കണം. നിയമപാലകന്മാരാണ് പോലീസുകാർ. അവരാ നിയമത്തെ പാലിക്കാനും ഉറപ്പുവരുത്താനും ഉള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടവർ തന്നെയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ മൈ പോലീസ് സ്റ്റേഷൻ കേരള പോലീസിന്റെ ചരിത്രത്തിലെ ഒരു മാറ്റത്തിന് തുടക്കം കുറിക്കുകയാണ്. ഇവിടെ പോലീസ് മാറണം. ജനങ്ങൾക്കനുസൃതമായി പോലീസിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണം. എപ്പോഴും നമ്മളെ പറ്റിയുള്ള പരാതി എന്താണ്? സ്റ്റേഷനിൽ ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ സുപ്രീം കോടതി നിർദ്ദേശങ്ങളുണ്ട്. അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട നടപടികൾ, കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ എടുക്കേണ്ട നിയമപരമായ നടപടികൾ പാലിച്ചിരിക്കണം. അയാളെ ലോക്കപ്പിലിട്ടാൽ, ഇന്ന് പോലീസ് സ്റ്റേഷൻ എല്ലായിടത്തും CCTV ക്യാമറകളുണ്ട്, സെല്ലിനകത്തുമുണ്ട്. അതുകൊണ്ട് തന്നെ കസ്റ്റഡി മരണങ്ങൾ, കസ്റ്റഡി അക്രമങ്ങൾ കേരള പോലീസിന്
ഒത്തിരി ചീത്തപ്പേരുണ്ടാക്കിയിട്ടുണ്ട്. ഇനി അതൊരിക്കലും കസ്റ്റഡി മരണങ്ങൾ ഉണ്ടാവില്ല, കസ്റ്റഡി അക്രമങ്ങൾ ഉണ്ടാവില്ല, സെല്ലുകളിൽ അക്രമങ്ങൾ ഉണ്ടാകില്ല എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യമാണ് നമ്മൾ നിറവേറ്റേണ്ടതായിട്ടുള്ളത്. രണ്ട് കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇന്ന് പോലീസ് സേനയിൽ കാര്യമായൊരു മാറ്റം വരുന്നു. പണ്ട് കാലഘട്ടങ്ങളിൽ SI ആയിരുന്നു സ്റ്റേഷന്റെ ചുമതല, CIക്കായിരുന്നു സൂപ്പർവിഷന്റെ ചുമതല, അതിൻ്റെ മുകളിൽ DYSP ഉണ്ടായിരുന്നു. എന്നാൽ അടുത്ത കാലത്ത് പോലീസിന് എല്ലാ സ്റ്റേഷൻ്റെയും ചുമതല SHOയ്ക്ക് മാറി. SIമാർക്ക് പ്രത്യേക പണിയൊന്നുമില്ലാതിരിക്കുന്നു. ഞാൻ DGPയുടെ നേതൃത്വം ഒരു കമ്മിറ്റി ഉണ്ടാക്കി. ആ കമ്മിറ്റി വിശദമായ കാര്യങ്ങൾ പരിശോധിച്ചു. എല്ലാ മുൻ DGPമാരെയും ഞാൻ വിളിച്ചു. അവരോട് വിശദമായി ഞാൻ ചോദിച്ചു ഏത് പദ്ധതിയാണ് നല്ലത്. മുഖ്യമന്ത്രിയുമായിട്ട് ഞാൻ സംസാരിച്ചു. എല്ലാ അഭിപ്രായങ്ങളും ക്രോഡീകരിച്ച ശേഷമാണ് കേരള പോലീസിൽ ഈ സമഗ്ര മാറ്റത്തിന് നേതൃത്വം കൊടുക്കാൻ തീരുമാനിച്ചത്. SI ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർ SI ആയി വരുമ്പോൾ അവർ ഗെയിം കണ്ടുകൊണ്ട് പോലീസ് സ്റ്റേഷൻ ഇരിക്കേണ്ടവരല്ല, അവർ ആക്ട് ചെയ്യേണ്ടവരാണ്. അവരെ SHOമാരായി മാറുന്ന ഒരു പുതിയ സംവിധാനമാണ് ഇപ്പോൾ നിലവിൽ വരാൻ പോകുന്നത്. CIമാരായിരിക്കും അവരുടെ 2-3 പോലീസ് സ്റ്റേഷൻ്റെ സൂപ്പർവൈസറി ചുമതലയുള്ളത്. ഇപ്പോൾ DYSPമാർ 9 സ്റ്റേഷൻ്റെ സൂപ്പർവൈസറി ചാർജുള്ള DYSPമാരുണ്ട്. ജോലി ഭാരം കൊണ്ട് അത് മുന്നോട്ട് പോകില്ല. അതുപോലെ 63 പോലീസ് സ്റ്റേഷനുകളിൽ സ്ത്രീകളായിരിക്കും SHOമാരെന്ന വിപ്ലവകരമായ തീരുമാനം നമ്മൾ ഇതോടുകൂടി എടുക്കുകയാണ്. തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് ഞാൻ കണ്ടപ്പോൾ എന്നോട് ചോദിച്ചു, കേരളത്തിൽ വനിതാ SHOമാരുണ്ടോ? ഞാനൊരു ചെറിയ ജാള്യതയിലായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഏറ്റവും കൂടുതൽ നന്നായി പ്രവർത്തിക്കുന്ന സ്ത്രീ പോലീസുകാരാണ് തമിഴ്നാട്ടിൽ, അവരാണ് SHOമാരായി പ്രവർത്തിക്കുന്നത്. അതിൽ നിന്ന് കിട്ടിയൊരു പ്രേരണ കൂടിയാണ് 63 പേരെ നമ്മൾ സ്ത്രീ SHOമാരായി നിയമിക്കാൻ തീരുമാനിച്ചത്. അതുപോലെ അതോടൊപ്പം തന്നെ നമ്മൾ ഒരു കാര്യം കൂടി ചെയ്തു. DIG മുതൽ താഴോട്ടുള്ള ആളുകൾ പോലീസ് സ്റ്റേഷനുകൾ സന്ദർശിക്കണം, സന്ദർശിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം, ഫീഡ്ബാക്ക് എടുക്കണം. ഓരോ പോലീസ് സ്റ്റേഷനിലും ഇനിയും വരുത്തേണ്ട മാറ്റങ്ങളെപ്പറ്റി DGPക്ക് ADGP ലോ ആൻഡ് ഓർഡർ അവർ തൻ്റെ റിപ്പോർട്ട് കൊടുക്കണം. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇനിയും മാറ്റം വരുത്തണമെങ്കിൽ നമുക്ക് മാറ്റം വരുത്താം. പോലീസുകാരുടെ ജോലിഭാരം കുറയ്ക്കുക ഒരു പ്രധാന കാര്യമാണ്. ജനസംഖ്യാനുപാതികമായി നമുക്ക് വേണ്ടത്ര പോലീസില്ല. പക്ഷേ സാമ്പത്തിക പരാധീനത ഉള്ളതുകൊണ്ട് സർക്കാരിന് കൂടുതൽ പോലീസുകാരെ പലപ്പോഴും നിയമിക്കാൻ കഴിയില്ല. പക്ഷേ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തുകയും അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്ത് അവരെ കൂട്ടിക്കൊണ്ടുപോകുന്ന, യോജിപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റം ഉണ്ടാവുകയാണെങ്കിൽ ഈ പോലീസിലുള്ള അമിത ജോലി ഭാരവും ആത്മഹത്യാ പ്രവണതകളും നമുക്ക് ഇല്ലാതാക്കാമെന്നുള്ളതാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. കഴിഞ്ഞ 2 ആഴ്ചയായി കേരളത്തിലെ എല്ലാ പോലീസ് SHOമാർക്കും CIമാർക്കും ട്രെയിനിങ് നൽകുകയാണ്. ഇന്നത്തോടുകൂടി ആ ട്രെയിനിങ്ങുകൾ പൂർത്തിയാകുന്നു. സ്വാതന്ത്ര്യദിനത്തോടുകൂടി കേരള പോലീസിന് പുതിയ മുഖം വരുന്നു. ഇതിനെല്ലാം പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയുടെ പരിപൂർണമായ പിന്തുണ നമുക്കുണ്ട് എന്നുകൂടി പറയുവാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. ആരോഗ്യമന്ത്രി എല്ലാ കാര്യങ്ങളും നമ്മളെ സഹായിക്കുന്നുണ്ട് ഈ കാര്യത്തിൽ. തീർച്ചയായും മേയറും അതോടൊപ്പം തന്നെ എല്ലാ രംഗത്തുമുള്ള ആളുകളുടെ സഹകരണം പോലീസ് തേടുകയാണ്. പോലീസ് ജനകീയ പോലീസാണ്, ജനങ്ങൾക്ക് വേണ്ടിയാണ് പോലീസ്. ഈ പോലീസ് സംവിധാനത്തെ സഹായിക്കണം, ജനങ്ങളുടെ പിന്തുണ ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ കേരള പോലീസിൻ്റെ ഏറ്റവും പ്രമുഖമായ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ കേരളത്തിൻ്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ VD സതീശനെ സാദരം ഞാൻ ക്ഷണിക്കുകയാണ്.